വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. സോ വെൽക്കം ടു എപ്പിസോഡ് 5 ഓഫ് അവർ ബാച്ചിലർ കുക്കിംഗ് സീരീസ്. ആൻഡ് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അതേപോലെ ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോളോ അപ്പ് ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. സോ ഇന്നത്തെ നമ്മളെ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. തേങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും പേടിക്കേണ്ട. നമ്മളെ ബാച്ചിലേഴ്സിനുള്ള റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ തേങ്ങയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ള മുട്ടത്തോരനല്ല കേട്ടോ. അപ്പോൾ ഇത് 3 മുട്ട എടുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്, ഉപ്പ് മാത്രം ചേർത്തിട്ട്. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഞാനിവിടുത്തെ ഒരു സവാള ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ഒരു പച്ചമുളകും ലേശം കറിവേപ്പില ഇത്ര മതി, ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊന്നും വേണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേന് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ആൻഡ് അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും സാധനം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ ഒരു രസമായിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിത് ഈ ചിക്കി എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം റെഡി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, വേറെ ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സോ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.